ശാരീരികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ. അങ്ങനെ ഒരു വ്യക്തി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുമോ? ക്ലാസിക് എക്സാമ്പിൾ മറ്റാരും അല്ല, അപ്പോസ്തലനായ പൗലോസാണ്. പൗലോസ് എന്താണ് ചെയ്തത്? പൗലോസിന് വല്ലാത്തൊരു ശൂലം ഉണ്ടായിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത പോലെ ഒത്തിരി യാത്രകളൊക്കെയാണ്. അതെന്താണെന്ന് പല രീതിയിലൊക്കെ പറയുന്നു. വയറിൻ്റെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ എന്നിവയെ തന്നെ അലട്ടിയ ഒരു രോഗം ഉണ്ടായിരുന്നു. ആ ദാരിദ്ര്യമായിട്ട് അന്ന് നടന്നപ്പോൾ കർത്താവ് പറഞ്ഞു, യാത്രയൊക്കെ ചെയ്യണ്ടേ, പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് ഈ മുള്ളൊന്ന് മാറ്റിത്തരാമോ? അപ്പം കർത്താവ് പറഞ്ഞു, ആ മുള്ള് ഞാൻ നിനക്ക് മാറ്റിത്തരത്തില്ല, പക്ഷേ മുള്ളിൻ്റെ മേൽ കവിയുന്ന ഒരു ദൈവകൃപയുടെ പുതപ്പ് ഞാൻ നിനക്ക് തന്നാൽ. അവൻ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും. കിടപ്പ് രോഗികളെ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരെ, കിഡ്നി ക്രിയാറ്റിൻ ഇങ്ങനെ കൂടി വരുന്ന മക്കളെ, ഡയാലിസിസ് വേണമെന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നവരെ, ക്യാൻസർസ് ഡൗട്ടിൽ പോകുന്നവരെ, ബയോപ്സിക്ക് കൊടുത്തിരിക്കുന്നവരെ, കീമോയുടെ ലോകത്തൂടെ പോകുന്നവരെ, ആ രോഗം അവിടെ ഇരിക്കുമ്പോൾ തന്നെ നിനക്ക് കൃപയുടെ സമൃദ്ധി ഇരുന്ന ഒരു ദൈവത്തെ ഞാനിന്ന് രാത്രി പ്രസംഗിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ കൃപയുടെ സമൃദ്ധി മക്കൾ അനുഭവിക്കട്ടെ. നിങ്ങളുടെ രോഗങ്ങളെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുത്തിട്ട് ആ ദാരിദ്ര്യത്തിൻ്റെ മേൽ ദൈവകൃപ ചോദിച്ചിട്ട് ഒരുമിച്ചൊരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈ ശുശ്രൂഷ നടക്കുമ്പം തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദ. കർത്താവേ, പണ്ടൊക്കെ ആശുപത്രി പോകായിരുന്നു, ഇപ്പോൾ ആശുപത്രി പോകാനും പേടിയാണ്. എവിടെയോ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി, ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി, വ്യാധിപീഡയാൽ വലയും കർത്താവേ, ദേഹമാസകലം വേദനയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ സൂചി കുത്തുന്നത് പോലെ ഉച്ച മുതലുള്ള കാലം വരെ വേദനപ്പെടുന്ന വ്യക്തി. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം അഭിഷിക്തരായ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്ന ഈ സമയത്ത് തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി, ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തി. അപ്പാ, ഈ മക്കളെ തൊടണേ, അപ്പാ, ഈ മക്കളെ തൊടണേ. തൻ്റെ എല്ലാ വേദനകളെയും കാൽവരി ചുമന്നതല്ലേ, എല്ലാ രോഗങ്ങളെയും ക്രൂശിൽ വഹിച്ചതല്ലേ, അതിനെയെല്ലാം ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ച് തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദ പീഠമെൻ്റെ വൈദ്യശാലയാ, ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി, ആദിയിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. വാർദ്ധക്യമൊക്കെ എത്തി, വല്ലാത്ത ക്ഷീണമായി, മക്കളടുത്തില്ല, ബലഹീനരായി. അവരെന്നെ ശ്രദ്ധിക്കുന്നില്ലേ?
ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. എല്ലാ വൃദ്ധരെ നിങ്ങൾ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീര ജീവഭാരത്താ, അപ്പോഴും വീടില്ലവൻ നടത്തും അന്ത്യത്തോളവും വയ്ക്കുക എൻ ഭാരം അവൻ പാദത്തിൽ വയ്ക്കുക വയ്ക്കുക. ഓ വയ്ക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ വയ്ക്കുക. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, എല്ലാ ദാരിദ്ര്യങ്ങളെയും കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക 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 നിൻ ഭാരം അവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കും എങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടും. ഒറ്റയ്ക്കുള്ള ഒത്തിരി വൃദ്ധര് നടത്തുമന്ത്യത്തോടവും വയ്ക്കുക നിൻ ഭാരമവൻ പാദത്തിൽ വയ്ക്കുക വയ്ക്കുക. നിൻ ഭാരമവൻ പാദത്തിൽ സംശയം കൂടാതെ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. വയ്ക്കുക വയ്ക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. രോഗികൾ സുഖപ്പെടട്ടെ. നിങ്ങൾ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ വയ്ക്കുക വയ്ക്കുക. ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ആത്മസാന്നിധ്യം. സംശയം കൂടാതെ ഒരു പ്രോഗ്രാം ഓറിയന്റഡ് പ്രോഗ്രാം അല്ല ഇത്. ഇറ്റ്സ് നോട്ട് എ പ്രോഗ്രാം. കർത്താവിന്റെ സാന്നിധ്യം വീടുകളിൽ ഇറങ്ങട്ടെ. കർത്താവെ, ഞങ്ങൾക്കൊന്നറിയാം, ചർച്ചകൾ അടഞ്ഞതുകൊണ്ട് അങ്ങയുടെ സ്വർഗം അടയത്തില്ല. ദൈവരാജ്യത്തിന്റെ പണി ഇന്നും നടന്നുകൊണ്ടിരിക്കുക. സംശയം കൂടാതെ എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നിശ്ചയം സ്വതന്ത്ര. ഇന്ന് രാത്രി സ്വാതന്ത്ര്യം തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഒത്തിരി വീടുകളിലേക്ക് ഇറങ്ങുന്നുണ്ട്. ചേർന്ന് പാടാ. ആരാധന ഉയരട്ടെ. നിങ്ങൾ കാഴ്ചക്കാരായിരിക്കരുത്. എല്ലാ സ്വകാര്യ നൊമ്പരങ്ങളെയും അവന്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവന്നിറക്കി വെച്ച് നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. ഓ ശരാഖരാബ ശബ്ദ
തനേക കര റീകരേജ ശംതര അപ്പോഴും വീടില്ലവൻ നടത്തുമന്ത്യത്തോടവൻ വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. ദൂതനിറങ്ങി മത്തായി സുവിശേഷത്തെ കാണുന്നുണ്ട്. കല്ലുരുട്ടി മാറ്റുന്നത് പോലെ ഞങ്ങളുടെ ചങ്കിനകത്തെ ഭാരത്തെ ഉരുട്ടി മാറ്റുന്ന ദൈവസാന്നിധ്യവും ഇത് ഭവനങ്ങൾ അനുഭവിക്കുന്നു. ചങ്കൂരിനകത്തിരിക്കുന്ന വലിയ ഭയത്തെ നിശ്ചയം സ്വതന്ത്രനാക്കും. ആ ഭയം മാറട്ടെ. എന്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുകയാണ്. മത്തായി സുവിശേഷത്തെ വായിക്കുന്ന ദൂതനിറങ്ങി കല്ലുരുട്ടി മാറ്റിയതുപോലെ ആ ഭാരത്തെ കൂടാതെ രോഗം മാറിയില്ലെങ്കിലും ആ രോഗഭയം കർത്താവ് ഇപ്പോൾ മാറ്റുകയാണ്. നിശ്ചയം സ്വതന്ത്രനാക്കും. നാളെ കുറിച്ചുള്ള ഉത്കണ്ഠ. ജോലി പോയാൽ എന്ത് ചെയ്യും? യൗവനദിശ കഴിഞ്ഞ് വാർദ്ധക്യം വന്നിടുമ്പോൾ ശരീരം ജീവഭാരത അപ്പോഴും ഇത് നിങ്ങളും ദൈവം മാത്രമുള്ള ഒരു സമയം, വേറെ ആരുമില്ലാത്ത ഒരു സമയം. നിൻ ഭാരമാവൻ കർത്താവുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. വയ്ക്കുക 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 നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ മാനസികമായി ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്ന ആത്മഹത്യാ പ്രവണതകളുള്ള, എനിക്ക് മരിച്ചാ മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തിയെ കർത്താവിന് രാത്രി നിങ്ങളെ തൊടുക. നിരാശയുടെ പുതപ്പ് നിങ്ങളെ മൂടിയിരിക്കും. യേശുവിന്റെ നാമത്തിൽ ആ പുതപ്പുകൾ മാറിയിട്ട് അവിടെ സ്തുതി എന്ന മേലാളയിടട്ടെ. എന്റെ പൊന്നുമക്കളെ, എല്ലാവരുടെ മിടുക്കട ലോകത്ത് എന്റെ കുഞ്ഞ് മാത്രം പുറകിലായി പോകുന്നല്ലോ. ഞാൻ മാത്രം പുറകിലായി പോയി. എക്സാം നല്ലപോലെ പഠിച്ചു, പക്ഷേ എഴുതിയതെത്തോളം ഒത്തൊന്നും അറിയത്തില്ല. റിസൾട്ട് വരുമ്പോൾ എന്താകുമെന്നും ഒക്കെ ഭയപ്പെട്ടിരിക്കുന്നവരെ ഇവിടെ സകല മാനസിക ദാരിദ്ര്യങ്ങളെയും ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. എല്ലാ ഭൗതികമായ ഇന്റലക്ച്വലായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും അപ്പൻ്റെ കരത്തിലേക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിക്കുക. അപ്പാ, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ദാരിദ്ര്യങ്ങളെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഇറക്കി വച്ചിരിക്കുന്നു. വ്യക്തികളെ സുഖപ്പെടുത്തണേ. രാത്രി അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ, ദൈവത്തിന്റെ സ്പർശനം
ഓരോ വ്യക്തികളും അനുഭവിക്കട്ടെ. ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. ചങ്കുപൊട്ടി, നെഞ്ചിടറി, ശബ്ദം ഉയർത്താൻ പോലും കഴിയാതെ നെടുവീർപ്പിട്ട് യേശുവേ എന്ന് വിളിക്കുന്ന ഓരോ വീടുകൾക്കകത്തേക്കും അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങട്ടെ. കർത്താവ് ചില വീടുകളിൽ അവിടുത്തെ വിസിറ്റേഷന്റെ സമയമാണ്. വ്യക്തികളെ കർത്താവ് തൊടുന്നു, യേശു കർത്താവ് തൊടുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൂതനിറങ്ങുകയും കല്ലുകൾ ഉരുട്ടി മാറുന്നു. കർത്താവേ, അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. വയ്ക്കുക, വയ്ക്കുക, വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ഉള്ള ഒരു സന്ദേശം പ്രസംഗമായി എളിവൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വാക്കുകൾക്കപ്പുറത്ത് അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഞാനിന്ന് രാത്രി ഇവിടെ അനുഭവിക്കുന്നുണ്ട്. അത് കർത്താവ് തൊടുകയാണ്. ആ ദാരിദ്ര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. സന്തോഷത്തോടെ കൊടുക്കുക. നിരാശപ്പെടരുതേ, പിറുപിറുക്കരുതേ, വിധിയെ പഴിക്കരുതേ, ചുറ്റുപാടുകളെ പഴിക്കരുതേ. അതിനെ മുഴുവൻ കർത്താവിൻ്റെ കരത്തിലോട്ട് കൊടുക്കുക. മൂന്നാമത്തെ ഒരു തലം, ഒന്ന് ആ ദാരിദ്ര്യത്തെ സ്വീകരിക്കുന്നവൻ. 2 ഈ അവസ്ഥകളെല്ലാം സ്തോത്രത്തോടെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, എല്ലാ ദരിദ്രരെയും ചേർത്ത് പിടിക്കാൻ കഴിയണ്ടേ? എല്ലാ ദരിദ്രരെയും ചേർത്ത് പിടിക്കണ്ടേ? ശാരീരികമായി ദരിദ്രരുണ്ട്, അവരെ നമുക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ ആർക്ക് കഴിയും? ആത്മാവിൽ ദരിദ്രനെ കഴിയത്തുള്ളൂ. മനസ്സിലിങ്ങനെ എപ്പോഴും മറയാതിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അടുത്തിടയ്ക്ക് പലയിടത്തും അത് പങ്കുവെക്കുകയും ചെയ്തു. 2001 എളിയവനെ വിവാഹം കഴിക്കുക. 99 എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെയൊക്കെ സമയമാണ്. ആ സമയത്ത് സുഹൃത്തുക്കളിൽ പലരും വിവാഹം കഴിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ വിവാഹം കൂടെ നടക്കണം. അങ്ങനെ വിവാഹ ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നൊരു സമയം. എല്ലാ മനുഷ്യനെ ഉള്ളതുപോലെ 1000 സ്വപ്നങ്ങൾ ഒരു ചെറുപ്പക്കാരൻ നിലയിൽ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്ന ഒരു സമയം. പക്ഷെ അന്ന് എൻ്റെ വിവാഹ സങ്കല്പങ്ങളെ മുഴുവൻ ഉടച്ചു കളഞ്ഞ, അല്ലെങ്കിൽ തിരുത്തി എഴുതിയ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ നാടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വള്ളനിലകളിൽ വലിയൊരു ബിസിനസ് ചെയ്തിരുന്ന ഒരു സഹോദരൻ, വലിയ ബിസിനസ്സാണ്. സ്വന്തം വാഹനങ്ങളും അന്നത്തെ സമയത്ത് നല്ലൊരു വാർപ്പ് കെട്ടിടവും കാര്യങ്ങളും കാറും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ. 99 സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും എല്ലാം ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചോളാം. ആ ദാരിദ്ര്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഒത്തിരി കിടപ്പിലായി പോയ പ്രിയപ്പെട്ടവരെയൊക്കെ എടുത്തു പോയി നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ജീവനുണ്ടായിട്ട് ഇറങ്ങും, പറയും വീണ്ടും വരണേ, വീണ്ടും വരണേ. ഇന്നങ്ങനെ കോവിഡിൻ്റെ കാലം ആയതുകൊണ്ട് നമുക്കങ്ങനെ പോകാനൊന്നും ഒക്കത്തില്ലെങ്കിലും നമ്മുടെ അനുഭവങ്ങൾ അതൊക്കെ ഇല്ലേ? വീണ്ടും വരണേ എന്ന് പറയുന്നൊരു പറച്ചില്ല. എന്താ അവർ ചെയ്യുക? നമ്മൾ അവരോട് സമയം കൊടുക്കുകയാണ്. ആ ദരിദ്രൻ്റെ അടുക്ക് പോയി, ശാരീരികമായി കിടപ്പിലാണ്, ശാരീരികമായി ദരിദ്രനാണ്, അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് നമ്മുടെ ലൈഫിനെ കൊടുക്കുകയാണ്. ടൈം ഈസ് അവർ ലൈഫ്. വെൻ വി ആർ ഷെയറിങ് അവർ ടൈം വിത്ത് സമ്മൺ എൽസ്, വി ആർ ഷെയറിങ് അവർ ലൈഫ്. കാരണം മനുഷ്യന് ഇത്രയും ആയുസൊക്കെ ഉള്ളൂ, അതിനകത്ത് ഇത്രയും മണിക്കൂറേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് വീതം വെച്ച് ഇവർക്ക് കൊടുക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ദൈവം ആരോഗ്യം തന്നാൽ ശാരീരികമായി ദരിദ്രരായി പോയവരെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ആത്മാവിൻ്റെ ദാരിദ്ര്യാവസ്ഥയ്ക്കല്ലോ, അത് ആത്മാവിൽ ദരിദ്രനെ കഴിയുള്ളൂ. തൻ്റെ ദാരിദ്ര്യത്തിൽ കൃപ അനുഭവിച്ചവൻ എന്നും രോഗിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. 2 സാമ്പത്തികമായിട്ട് ദാരിദ്ര്യമുള്ളവരാ, അവരെ ചേർത്ത് പിടിക്കാൻ
നമുക്ക് കഴിയണ്ടേ? എല്ലാ മനുഷ്യരും. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ സുഭിക്ഷരാണ്, നാളെ നിങ്ങൾ ദുർഭിക്ഷത്തിൽ പോകും. എന്നാൽ നമ്മൾ ദുർഭിക്ഷത്തിൽ പോകുമ്പോൾ ദൈവം മറ്റൊരാളുടെ സുഭിക്ഷത നമ്മളിലേക്ക് അയക്കും. അങ്ങനെ വരുമ്പോൾ ആ ദരിദ്രനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണ്ടേ? ഭൗതികമായിട്ട് ദരിദ്രരായി പോയവരെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നല്ല മിടുക്കരുള്ള മക്കളെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. നല്ലപോലെ പഠിക്കുന്ന മക്കളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ ഇച്ചിരി മോശപ്പെട്ടവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, സാരമില്ല മക്കളെ, നിനക്കും ഒരു റൂമുണ്ട്, നിനക്കും ഒരു ഭാവിയുണ്ട്, ഉണ്ടല്ലോ. എല്ലാവർക്കും ദൈവം അവരുടേതായൊരു സ്പേസ് ഉണ്ട്. ഇത് പറഞ്ഞാൽ ഒരു പക്ഷേ അവർ കയറി വരും. ഇന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരു പക്ഷേ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന വ്യക്തികൾ എൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെയുണ്ട്. ആ കൃത്യം സമയത്ത് അവിടെ ചെന്നതുകൊണ്ട് രക്ഷപ്പെട്ട ചരിത്രങ്ങളുണ്ട്. ഇന്ന് ദൈവത്തോട് എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി ഒക്കെ ദരിദ്രരായി പോയവരെ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കാൻ എൻ്റെ കൈകൾക്ക് ശക്തി നൽകണമേ. അവനാരാണ്? തൻ്റെ സ്വന്തം ദാരിദ്ര്യത്തിൽ ദൈവത്തിൻ്റെ കൃപയനുഭവിച്ച സ്പിരിച്വൽ പൂവർ. ഇന്ന് രാത്രി ഒരു ദൗത്യത്തിലേക്കുള്ളൊരു വിളിയാണ്. എന്താണ് ആ ദൗത്യത്തിലേക്കുള്ള വിളി? യേശുവേ, ദരിദ്രനായവനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, പലരെ ചേർത്ത് പിടിക്കാൻ എനിക്കൊരു കൃപ തരണമേ. ഈ കൈകൾക്ക് അതിനുള്ള ശക്തി തരണമേ. പ്രിയരെ, കോവിഡിൻ്റെ സമയം ഇത് കഴിഞ്ഞും ഈ സമയങ്ങളിലൊക്കെ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. വലിയ ദൈവപ്രവൃത്തി നടക്കുകയാണ്. ദൈവരാജ്യം കർത്താവ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കർത്താവിന് ഇങ്ങനെ പലരെയും ചേർത്ത് പിടിക്കാൻ ചെല്ല വേണം. ഇന്ന് എത്ര പേര് ഓൺലൈനിൽ കൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസുകൾ, അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദരിദ്രരെ ചേർത്ത് പിടിക്കാൻ, രോഗികളെ ചേർത്ത് പിടിക്കാൻ, മാനസികമായി തകർന്നു പോയവരെ ചേർത്ത് പിടിക്കാൻ, ആത്മഹത്യയ്ക്ക് ഇരിക്കുന്ന ഒരാളുടെ അടുക്കിലേക്ക് ദൈവാത്മാവ് പറഞ്ഞിട്ട് ചെല്ലാൻ, കർത്താവെ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവസന്ധി സമർപ്പിച്ചാട്ട്. കർത്താവെ, എൻ്റെ കരങ്ങൾക്ക് അതിനുള്ള ശക്തി തരണമേ. ആരെയൊക്കെ ഈ കൊച്ചായുസിലൊന്ന് ചേർത്ത് പിടിക്കാൻ. നിങ്ങൾക്കതിന് റെസ്പോൺസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലോ ഒക്കെയാണ് ഇത് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് അതിന് ആ ഒരു അറിവുള്ളവർ സൈബർ ബോർഡുകളിൽ നിങ്ങൾക്കത് കുറിക്കാവുന്നതാണ്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ സമർപ്പണങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ ലഭ്യമായ മാധ്യമങ്ങളിലൂടെ. നമുക്കൊരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ദരിദ്രനെ ചേർത്ത് പിടിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതിൽ ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ, സേവയ്ക്കായി എൻ ജീവനെയും. ഈ കൈകൾ ആരെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള കരങ്ങളാണ്. ഞാനിന്ന് രാത്രിയിൽ ശുശ്രൂഷിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളെ ആരെയും കാണില്ല. പക്ഷെ എന്നെ നിങ്ങളെല്ലാം കാണുന്ന കർത്താവിൻ്റെ കണ്ണിന് നമ്മളാരും മറിഞ്ഞിരിപ്പില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആരെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ എൻ്റെ കൈകൾക്ക് ശക്തി കിട്ടണേ കർത്താവ്. ചില ദരിദ്രരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ചങ്ക തുറന്നിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ തോളിക്കിടന്ന് കരയുന്നത്, പരീക്ഷ ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഉൾക്കൊണ്ടയുള്ള ഒരു കുഞ്ഞ് ഒരമ്മയുടെ കുഞ്ഞിൻ മാറിക്കിടക്കുന്ന പോലെ നമ്മുടെ ചേർന്ന് നമ്മുടെ മാറിക്കിടന്ന് കരഞ്ഞ് ആശ്വാസം പ്രാപിക്കുന്നു. കർത്താവേ, എൻ്റെ ചുമലുകൾക്ക് അതിനുള്ള ശക്തി തരണേ, എൻ്റെ കൈകൾക്ക് അതിനുള്ള ബലം തരണേ. അങ്ങനെ ഇന്ന് പകലിൽ സമർപ്പിക്കണം, ഈ സമയത്ത് സമർപ്പിക്കണം എന്നുള്ളവർ ആ കരങ്ങളെ ദൈവസന്ധിയിലേക്കൊന്ന് കൊടുത്തു. ഓ റിക്കോറബിയേന്തുന, അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക. 8 ഭാഗ്യങ്ങളും പ്രസംഗിക്കാൻ എൻ്റെ മനസ്സിൽ ചിന്തകളും നോട്ടുകളും ഒക്കെയുണ്ട്. പക്ഷെ കർത്താവ് എന്നെ അനുവദിക്കുന്നില്ലല്ലോ. അങ്ങനെ കർത്താവിൻ്റെ വേലയുടെ ഭാഗമാകാൻ, ദൈവരാജ്യത്തിൽ ചേർത്ത് പിടിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ കരങ്ങളെ കുറച്ചുകൂടെ ബലപ്പെടുത്തണമേ. എൻ്റെ തോളുകൾക്ക് അതിനുള്ള ശക്തി തരണമേ. എനിക്കതിനുള്ള ആയുസ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ
ഒരമ്മയുടെ മാറിൽ ചാരി ആശ്വസിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഈ തോള് അനേകർക്ക് ചാരാനുള്ളൊരു തോളായി അനേകരെ ദരിദ്രരെ ചേർത്ത് പിടിക്കുന്ന രാത്രി ആ സമർപ്പണം ഉയരട്ടെ. ആ സമർപ്പണത്തോടെ നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊടുത്തിട്ട് ചേർത്ത് പിടിക്കുവാൻ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിക്കുക. നിങ്ങളുടെ തോളുകൾക്ക് കർത്താവ് ഒരു പ്രത്യേക ശക്തി, നിങ്ങളുടെ കരങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തി. വന്ന വഴികൾ മറക്കരുത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇത് ഓർക്കുമ്പോൾ പറയാനൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു ചെറിയ അപകടകരമായൊരു പ്രയാസം. അദ്ദേഹം ഒരു രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഞാനൊരു മേജർ ചെക്കപ്പിന് പോവുകയാണ്, വിദേശത്തു നിന്നാണ്. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീയും ഭാര്യയും. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ പ്രാർത്ഥിക്കും, ഷുവർ. ഫോൺ വെക്കാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിന്നോട് പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാം? ഞാൻ ചോദിച്ചു, എന്താ? കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ദൈവസന്ധി ഇരുന്നത് നിനക്ക് വേണ്ടിയാ, ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചത് നിനക്ക് വേണ്ടിയാ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യമാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കഠിനപ്പെട്ട ദിവസങ്ങളിലൂടെ ഞാൻ കടന്നുപോയ വർഷമായിരുന്നു. പക്ഷെ ആരൊക്കെയോ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഞാനിങ്ങനെ നിന്ന് പോകുന്നത്. വന്ന വഴികൾ മറക്കാത്തവരെ, നമ്മുടെ കഷ്ടങ്ങൾ നമ്മളെ ചേർത്ത് പിടിച്ചവരില്ലേ, നമ്മുടെ പരിശോധനകളിൽ നമ്മുടെ കൂടെ നിന്നവരല്ലേ, നമ്മൾ വന്ന വഴികൾ പഠിക്കാൻ സമയമില്ല, പൈസ ഇല്ലാഞ്ഞപ്പോൾ ഫീസ് നമ്മളെ സഹായിച്ചവരില്ലേ, ആരൊക്കെയോ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടില്ലേ. ഇനി ദിസ് ഈസ് മൈ ടൈം, ഇറ്റ്സ് മൈ ടൈം. എൻ്റെ സമയം വന്നു. ചേർത്ത് പിടിക്കാനുള്ളൊരു കൃപ ദൈവസന്ധി ചോദിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ ദൈവത്തിന് കൊടുക്കുക. എനിക്കല്ല, ഞാൻ ക്രിസ്തുവിനായി. വളരെ ലളിതമായി എനിക്ക് ആ പാട്ട് പറയാനേ അറിയുള്ളൂ. പാട്ടിയാൽ പിച്ചും ഔട്ടൊക്കെ ആയിപ്പോവും, കാരണം അത്ര അറിയില്ല. പക്ഷെ ലൈനുകൾ ഇങ്ങനെ കിടന്ന് തികട്ടുന്നുണ്ട്. അപ്പാ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായി എളിയവരെ സമർപ്പിക്കുന്നു. വലിയ അത്ഭുതത്തെ കർത്താവ് ഇന്ന് രാത്രി ചെയ്യണമേ. ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയല്ല, പ്രാർത്ഥനാ ശുശ്രൂഷ തുടരുകയാണ്, ആരാധന തുടരുകയാണ്. ഈ മേഖലയിൽ ദൈവം വലിയ സൗഖ്യങ്ങളെ ഇന്ന് രാത്രി അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അനേകരെ ചേർത്ത് പിടിക്കുവാൻ ദൈവാത്മാവ് ഒത്തിരി പേരെ ഒരുക്കുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ഈ ആയുസിൽ യേശു ചേർത്ത് പിടിച്ചു ഒത്തിരി പേരെ. ദരിദ്രരെയും കുഷ്ഠരോഗികളെയും ഒക്കെ ചേർത്ത് പിടിച്ചു, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. സൺഡേ സ്കൂളിൽ കർത്താവ് ഇനി എന്നാണോ സൺഡേ സ്കൂൾ വരുന്നത്, ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ശക്തി തരണമേ. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരെ പുതിയൊരു ഒരു കൃപയോടെ, നിങ്ങളുടെ സൺഡേ സ്കൂൾ കുട്ടികളെ നിങ്ങൾ മറന്നോ? അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കണ്ടേ? കർത്താവേ, വേലയ്ക്കായി സമർപ്പിക്കണം. എൻ്റെ കുഞ്ഞിനെ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് തരികയാണ്. ഇനി ഒരു നല്ല ആയുസ് വരും, ഇതെല്ലാം മാറും. ഞാൻ എന്നെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ അറിയിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, പല്ലെ ചേർത്ത് പിടിക്കാനുള്ള, വന്ന വഴികൾ മറക്കാതെ പല്ലെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. അവർക്കതിനുള്ള ശക്തിയും കൃപയും കൊടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.
നിങ്ങളുടെ പഠിച്ച് വന്നപ്പോൾ, കുടയില്ലാഞ്ഞപ്പോൾ, ഫീസ് അടയ്ക്കാൻ കാശില്ലാഞ്ഞപ്പോഴൊക്കെ ആരോ നിങ്ങളെ സഹായിച്ചിട്ടില്ലേ? ഇന്ന് നിങ്ങൾ വലിയവരാണെങ്കിൽ അങ്ങനെയുള്ള ഒത്തിരി പെരുപ്പമുണ്ട്. ഓർക്കുക, ചോർന്നൊലിക്കുന്ന വീടുകളൊക്കെ മാറിയില്ലേ? മൺസൂണായി ചോർന്നൊലിക്കുന്ന ഒത്തിരി വീടുകൾ, അവരെ നിങ്ങൾ ഓർക്കുക. പലരെയും ഓർക്കുക. വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുക, സമർപ്പിക്കുക. സ്തുതിയും ആരാധനയും പ്രാർത്ഥനയും ഉയരട്ടെ ചേർന്ന് ഒരുക്കത്തോടെ. ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധുക്ഷീണൻ കുരുടൻ ചേർന്ന് സർവവും എനിക്ക് പൂർണ്ണരക്ഷ കാണും ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാ കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഇപ്പോൾ. ഓൺലൈൻ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, പ്രായമുള്ളവർ വേണ്ട, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് പരിമിതികളില്ല. ആകുന്നവരൊക്കെ നിങ്ങളുടെ വീടുകളിലൊന്ന് മുഴങ്കാലം മേൽക്കൊണ്ട് ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച്, ഞാൻ വരിക കർത്താവെ ക്രൂശിങ്കൽ, സാധു അപ്പ, ക്ഷീണിതന കുരുടന, രക്ഷിക്കണേ. എൻ്റെ എല്ലാ ദാരിദ്ര്യങ്ങളെയും നിന്റെ കരങ്ങളിലേക്ക് ക്രൂശിന്റെ ചവിട്ടി മുഴുവൻ ഇറക്കി വെക്കുക. ആകുന്നവരൊക്കെ മുഴങ്കാലും വരുന്നുകൊണ്ട് ചേർന്ന് ഞാൻ വരുന്നു. ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധുക്ഷീണൻ കുരുടൻ, സർവവും എനിക്ക് പൂർണ്ണരക്ഷ കാണും ഞാൻ വരുന്നു ക്രൂശിങ്കൽ, സാധുക്ഷീണൻ കുരുടൻ, സർവവും എനിക്ക് പൂർണ്ണരക്ഷ കാണും ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്ക എന്നെ ഓ ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാ കുമ്പിടുന്നേ, രക്ഷിക്ക എന്നെ
മുറ്റും ഞാൻ തരുന്നീതാ മുഴുവൻ ദേഹം ദേഹി സമസ്തം എന്നേക്കും നിന്റേതു ഞാൻ ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക എന്നെ പോ ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയാ കുമ്പിടുന്നു രക്ഷിക്ക എന്നെ